ഉദ്യോഗസ്ഥർ ഇവിടെ ജോലി ചെയ്യാൻ അർഹരല്ല. അതുകൊണ്ട് തന്നെ നടപടി വേണം. ഇല്ല സാർ, ഞങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥരെ അവിടുന്ന് നടപടി സ്വീകരിച്ച് പുറത്താക്കണമെന്നാണ് ഞങ്ങളെന്ന് പറയാം. നേരെ ബാക്കിയുള്ള ബോക്സുകളാണ്. സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കാനായി സഹകരിക്കാൻ കഴിയില്ല. രാജന്മാരുടെ കൂടാരം. നമസ്കാരം, MT ന്യൂസിലേക്ക് സ്വാഗതം. വ്യാജ ആധാര നിർമ്മാണം യൂത്ത് ലീഗ് തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു നീക്കി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. വ്യാജ ആധാര നിർമ്മാണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുക, കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, റവന്യൂ രജിസ്ട്രാർ വകുപ്പുകളുടെ കൂട്ടുകച്ചവടം അവസാനിപ്പിക്കുക, വ്യാജ ആധാരത്തിലെ കള്ളക്കളി പുറത്തു കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് ലീഗ് ചെമ്മാട് കൊടിഞ്ഞി റോഡിലെ തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചത്. സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു നീക്കി. തിരൂരങ്ങാടി രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ ആധാരം നിർമ്മിച്ചുവെന്നത് ഗൗരവമുള്ള കാര്യമാണ്. ജനങ്ങളുടെ സ്വത്തിന് യാതൊരു സംരക്ഷണവുമില്ലെന്നതാണ് ഇത് തെളിയിക്കുന്നത്. സർവേ നമ്പറുമായി വന്നാൽ ഏതു ഭൂമിയും ആരുടെ പേരിലേക്ക് മാറ്റാമെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്നും ആധാരം നിർമ്മിച്ചു നൽകിയ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സമരത്തിന് നേതൃത്വം നൽകിയ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ മുൻപിൽ നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തിയതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഉസ്മാൻ കാച്ചടി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തിരൂരങ്ങാടിയിൽ നിരന്തരം സമരം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് യൂത്ത് ലീഗ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം വ്യാജ RCയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയതിനെക്കുറിച്ച് ഉസ്മാൻ കാച്ചടി സൂചിപ്പിച്ചു. വ്യാജ മീറ്ററിൻ്റെ വിഷയത്തിൽ നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്. വ്യാജ ജോലിക്കാരൻ്റെ വിഷയത്തിൽ നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഴുവനും വ്യാജമായി നൽകുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ നാടിനെ മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഒരു സർവേ നമ്പറുമായി വന്നാൽ ഇവിടെ നിന്നും ആധാരം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കടുത്തുള്ളത് ഈ രജിസ്ട്രാർ ഓഫീസിൻ്റെ ഭൂമി റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. എന്നാൽ ഇതിൻ്റെ ആധാരം ഇവിടെയുള്ള ഏതെങ്കിലും സഹകരണ ബാങ്കുകളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കപ്പുറത്തുള്ളത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷൻ സർക്കാരിൻ്റേതാണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. എന്നാൽ ഈ രൂപത്തിലാണെങ്കിൽ ആ ഭൂമിയും മറിച്ചു വിൽക്കാൻ മടിയില്ലാത്ത ഉദ്യോഗസ്ഥരാണ് അകത്തുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ തിരൂരങ്ങാടി KC റോഡിലെ ഒരു പാവം മനുഷ്യൻ്റെ ഭൂമി അദ്ദേഹം 1967 മുതൽ ഇങ്ങോട്ടേക്കുള്ള ക്രിയവിക്രയങ്ങളുടെ കൃത്യമായ ഡീറ്റെയിൽ അടക്കം തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലും മറ്റൊക്കെ നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. അത് പ്രകാരം കൃത്യമായി ലഭിച്ച ഭൂമി 2022 ഇത് മറ്റൊരാൾക്ക് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരേ ഭൂമിക്ക് 2 ഉടമ വരുന്ന സാഹചര്യം. ഇതിൽ ഏതാണ് വ്യാജൻ എന്ന് നമുക്ക് പറയാനാകില്ല. എന്നാൽ അതിൽ സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം. യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് അതാണ്. തിരൂരങ്ങാടി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ കേസ് കൊണ്ട് മാത്രമായില്ല. ഇതിൽ ഒരുപാട് പ്രതികളുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ പ്രതികളാണ്. രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരും പ്രതികളാണ്. 2022 രജിസ്ട്രാറും ഇതിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം നടത്തണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. ഈ സമഗ്ര അന്വേഷണം എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ രജിസ്ട്രാർ വകുപ്പിലെയും കൃത്യമായ ഇടപെടലുകളെക്കുറിച്ച് ഇതിന് വേണ്ടി ഇവിടെ കൃത്യമായി ഒരു കോക്കസ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ലക്ഷ്യം തന്നെ ഇത്തരത്തിൽ വ്യാജൻ നിർമ്മിച്ചു നൽകുക എന്നുള്ളതാണ് യൂത്ത് ലീഗ് മനസ്സിലാക്കുന്നത്. ഈ വ്യാജന്മാരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി ശക്തമായ പ്രതിഷേധവുമായി നമ്മൾ എപ്പോഴും രംഗത്തുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേവലം ഒരു ഉപരോധ സമരമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കാത്ത പക്ഷം
സമഗ്ര അന്വേഷണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കേവലം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കുന്നതിന് പകരം ഈ വിഷയത്തിലെ കൃത്യമായ വിവരം ജനങ്ങൾക്ക് ലഭിക്കണം. ഉദ്യോഗസ്ഥർ ജോലിയിൽ തുടരാൻ യോഗ്യരല്ലെന്നും ഇറക്കിവിടണമെന്നും ആവശ്യപ്പെട്ട് ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെ സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു നീക്കി. ഇത് നേരിയ സംഘർഷത്തിനിടയാക്കി. പോലീസും പ്രവർത്തകരും വാക്കേറ്റത്തിന് കാരണമായി. സമരത്തിന് CK മുനീർ, ഉസ്മാൻ കാച്ചടി, അയ്യൂബ് തലാപ്പിൽ, അസ്കർ ഊപ്പാട്ടിൽ, K മുഹീനുൽ ഇസ്ലാം, സലാഹുദ്ദീൻ തേറാമ്പിൽ, ജൗഫർ കുന്നത്തേരി, ബാപ്പുട്ടി ചമ്മാട്, സാദിഖ് കടവള്ളൂർ, KD ഹാരിസ്, ഫൈസൽ കുഴിമണ്ണിൽ, ജുബൈർ തേറാമ്പിൽ, നരിമടക്കൽ നൌഷാദ്, കള്ളിയത്ത് കുഞ്ഞ, KT ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി. MTN ന്യൂസ്, തിരൂരങ്ങാടി. ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ? നീ വന്നോ? അപ്പോ എന്താ പ്ലാൻ? പറയടോ, എന്താ പ്ലാനിങ്? ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്തായിരിക്കണം. ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത തന്നെയായിരിക്കും. അടുത്ത സാലറി വരട്ടെ, ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും. ആർക്കാ? നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം. എന്താ, എന്നെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്.